എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മേത്തി പൊറോത്ത, അതായത് ഉലുവ ഉപയോഗിച്ചുള്ള പൊറോത്തയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കുകയാണ്. ഈ 2 കപ്പ് ഗോതമ്പ് മാവിലേക്ക് കൂടെ ഇനി വേണ്ടത് 1 കപ്പോളം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉലുവയുടെ ഇലയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടെ ചേർക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റാണ്. ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നു. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. നമ്മുടെ ഈ മാവ് ഏതാണ്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ കിട്ടണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ തളിച്ച് കൊടുത്ത് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ച് ഈ പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1-2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല മയം കിട്ടണം മാവിന്. ആ പരുവത്തിനാക്കി എടുക്കണം. അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കുക. ഇനി ഈ മാവിന് ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ അടച്ച് മാറ്റി വയ്ക്കാം. ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേ നമ്മുടെ മാവ് ഈ പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. നല്ല പൊറോത്തയൊക്കെ ഉണ്ടാക്കാൻ നല്ല പരുവായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളതിനെ ഓരോ ബോളുകളാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തുന്ന ഇതിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. കുറച്ച് പൊടിയും കൂടെ തൂവി കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആട്ടയും കൂടെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഏത് ഷേപ്പിലാണോ വേണ്ടത് അതനുസരിച്ചൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത്, ഓയിൽ നെയ്യാണെങ്കിലും ചെയ്യാം. അതിൻ്റെ ഈ സ്പ്രെഡ് ചെയ്ത ഓയിലിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ പൊടി കുറച്ച് സ്പ്രെഡ് ചെയ്യണം. കുറച്ച് പൊടിയെടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ പൊടിയും കൂടെ ഇത്തിരി കുറച്ച് വീതം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നോക്കട്ടെ എന്താണെന്ന് നോക്കിക്കോണം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഈ കാണുന്ന പോലെ ഒരു വശം ഇങ്ങനെ ഇങ്ങോട്ട് മടക്കണം. ഏകദേശം ഇങ്ങനെ മടക്കി മറുവശവും ഇതേപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ വശവും ഇതുപോലെ തിരിച്ച് മടക്കണം. ആ ഓയിലിൻ്റെ മുകളിൽ കുറച്ച് ആട്ടയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറുവശവും കൂടെ ഇതുപോലെ 2 വശം വീണ്ടും ഇതുപോലെ മടക്കി നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും ഓയിൽ തടവി കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു പൊതി പോലെ ആക്കി എടുത്ത് നല്ല ഒരു ചതുരാകൃതിയിൽ കിട്ടി. നമുക്ക് സ്ക്വയർ ഷേപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ പരത്തി എടുക്കുകയാണ് വേണ്ടത്. ഒന്നുകൂടി പരത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മാവെല്ലാം ഇതേ സ്റ്റെപ്പ് വരെ ഇത്രയും ഈ ആദ്യം ചെയ്ത ഈ സ്ക്വയർ ഷേപ്പ് ആക്കുന്നതോടം വരെ എല്ലാ മാവ് ഉരുളകളും എടുത്ത് ചെയ്ത് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഒരു പാത്രത്തിൽ നിരത്തി വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് ഒരിക്കൽ കൂടെ പരത്തുന്ന പ്രൊസീജിയർ ചെയ്തുകൊണ്ടും ചെയ്യാം. ഇല്ലെങ്കിൽ ഓരോന്നായിട്ടും ചെയ്യാം. ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഓരോന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരാൾ മാത്രമൊക്കെ ഉള്ളവരാണ് തന്നെ വേണം ചെയ്യണമെങ്കിൽ ഈ പ്രോസസ്സ് വരെ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തതെല്ലാം കൂടി എടുത്ത് വീണ്ടും അടുത്ത പരത്തൽ തുടങ്ങാം. എന്തായാലും 2 തവണ ഒരു ഇതിനെ എടുത്ത് പരത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തതിനെ എടുത്ത് നമുക്ക് വീണ്ടും ചുടാൻ തുടങ്ങാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊറോത്തകളെ ഓരോന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ചുട്ടുപഴുത്ത കല്ലിലേക്കിട്ട് ഓരോ വശം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മുകളിൽ ഇങ്ങനെ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുത്ത് വീണ്ടും മറിച്ചിട്ട് തിരിച്ചിട്ട് വീണ്ടും ഓയിൽ തടവി കൊടുത്ത് അങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് ടേസ്റ്റ് കൂടും. ഇനി ഓയിലൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഓയിലോ നെയ്യോ ചേർത്താൽ നല്ലതാണ്, കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് തവണ തിരിച്ച് മറിച്ച് ഇത്തിരി വെന്ത് കിട്ടാൻ കുറച്ച് മറ്റേ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ, കുറച്ചുകൂടെ കട്ടിയുള്ളതും കൊണ്ട്. അപ്പോൾ അത് ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സ്ഥിരമായി ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്.
അപ്പോൾ ഏകദേശം എല്ലാ പൊറോട്ടകളും ഒരുവിധം നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും നല്ലത്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇത്തരത്തിലൊന്ന് ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വിഭവമായി ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയാൽ നിർത്തുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകൾക്ക് നന്ദി. താങ്ക്